അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോണത് കൊച്ചി വാട്ടർ മെട്രോൻ്റെ കാഴ്ചകളാണ്. നമുക്ക് അവിടെ നടക്കാട്ടോ. ഇവിടുത്തെ ഫോർട്ട് കൊച്ചിയിലെ ലാസ്റ്റ് ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ അത് അപ്പുറത്താണ്ടോ പഴയ ജങ്കാറുള്ളത് അവിടെ. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇലക്ട്രിക് വാട്ടർ മെട്രോ സിസ്റ്റമാണ് ഇത്. കൊച്ചിയിലെ ഹൈക്കോർട്ട് പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കായൽ വഴി ചുരുങ്ങിയ സമയം കൊണ്ട് ഫോർട്ട് കൊച്ചി വൈപ്പിൻ പോലുള്ള ഐലൻഡുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. വേമ്പനാട് കായലിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട് കായൽ. 96.5 കിലോമീറ്ററാണ് ഈ കായലിൻ്റെ നീളം. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോൻ്റെ ഫ്രണ്ടിലെത്തിയതാ. അപ്പോൾ ഇവിടെ പല ഭാഷകളിലായിട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എഴുതി വെച്ചേക്കണത് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ തന്നെ ഒരു ടൂറിസ്റ്റ് മാപ്പ് ഉണ്ട്. ഇപ്പോൾ സ്ഥലം അറിയാതെ വരുന്നവർക്ക് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ടെർമിനലിലെത്തി എങ്ങോട്ട് പോകണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സ്കാൻ ചെയ്ത് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. ഇത് മെട്രോ സിസ്റ്റം പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇനി അവിടെ നിന്ന് അടുത്ത ഫെറി വന്നതിന് ശേഷം മാത്രമേ അങ്ങോട്ട് നമ്മളെ കടത്തി വിടുള്ളൂ. നമ്മളിപ്പോൾ പോകാൻ പോണത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ്. അവിടെ കൗണ്ടിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര പേര് കയറി എന്നൊക്കെ അറിയാൻ പറ്റും. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എല്ലാവരും പുറത്തേക്ക് വന്നതിന് ശേഷം ഉള്ളിലേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് പോണ്ടോണിലാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഓരോ ടെർമിനലുകളിലും ഇതേപോലത്തെ ഫ്ലോട്ടിംഗ് പോണ്ടോണുകൾ കാണാൻ പറ്റും. നമുക്കിവിടെ ഇരിക്കട്ടോ. ഇതൊരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വേലിയിറക്കമായാലും വേലിയേറ്റമായാലും ഫെറിയും പ്ലാറ്റ്ഫോമും ഒരേ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് പാസഞ്ചേഴ്സിന് ഈസി ആയിട്ട് നടന്നു പോകാൻ സാധിക്കും. നമുക്ക് ഈ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ SOS എമർജൻസി സിഗ്നൽ കാണാം. അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഒരു ചാർജിങ് പോയിന്റും ഉണ്ട്. 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലിഥിയം ടൈറ്റനേറ്റ് ഓക്സൈഡ് ബാറ്ററിയാണ് ഈ ഫെറികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ക്യാപ്റ്റൻ അവിടെ റോപ്പ് അഴിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ച് പേരും കൂടി കയറിയ ശേഷം നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും കയറിയതിനു ശേഷം ഫെറി ടെർമിനലിൽ നടന്നു തുടങ്ങി. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഈ ഫെറി
വളരെ സൈലന്റ് ആയിട്ടാണ് നീങ്ങുന്നത്. ഇതാണ് ഫോർട്ടോച്ചില ആസ്പിൻവാൾ ഹൗസ്. ഇംഗ്ലീഷ് ട്രേഡറായിരുന്ന ജോൺ എച്ച് ആസ്പിൻവാൾ ആണ് 1867 ആസ്പിൻവാൾ ആൻഡ് കമ്പനി ലിമിറ്റഡ് സ്ഥാപിച്ചത്. ഇന്ന് ഈ കോമ്പൗണ്ടിലാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള കൊച്ചി മുസീരീസ് ബിനാലെ നടക്കുന്നത്. ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് കണ്ടംപററി ആർട്ട് ഫെസ്റ്റിവലാണ് ഇത്. കൊച്ചിയിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് ആ കാണുന്നത്. കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലായ താജ് മലബാറാണ് ആ കാണുന്നത്. 1935 ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്റ്റലാണ്. പിന്നീടാണ് ഇത് മലബാർ ഹോട്ടലായത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ക്രെയിൻ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗാൻട്രി ക്രെയിൻ ഉള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. 105 മീറ്റർ ഉയരവും 600 ടൺ ലിഫ്റ്റിംഗ് കപ്പാസിറ്റിയുമാണ് ഈ ക്രെയിൻ ഉള്ളത്. അവിടെ ദൂരെ നമുക്ക് കാണാം കുറച്ച് മരങ്ങൾ കൂടി നിൽക്കുന്നത്. അതാണ് ഡയമണ്ട് ഐലൻഡ്. അപ്പോൾ അതേ നമ്മ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് അടുത്തിട്ടിരിക്കണേ. ഹൈക്കോർട്ട് ജംഗ്ഷനോട് ചേർന്നുള്ള കുറച്ച് ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. ഇവിടെ ടെർമിനലിനോട് ചേർന്ന് തന്നെ കുറേ ഫെറികൾ ഇട്ടേക്കണം നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഓരോ ഫെറികൾക്കും കേരളത്തിലെ ഓരോ സ്ഥലത്തിൻ്റെ പേരുകളാണ് ഇട്ടേക്കണം. പ്ലാറ്റ്ഫോമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം. ഓട്ടോമാറ്റിക് ഡോക്കിംഗ് സിസ്റ്റം. ഈ ഒരു സ്മാർട്ട് ടെക്നോളജിയുടെ സഹായത്താലാണ് ഈ ഫെറി ഫ്ലോട്ടിംഗ് പോണ്ടൂണിൻ്റെ അടുത്തേക്ക് ഓരോ ടെർമിനലെത്തുമ്പോഴും അടുപ്പിക്കുന്നത്. ക്യാപ്റ്റൻ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണതിന് പകരം സെൻസറുകൾ, GPS, കമ്പ്യൂട്ടർ കൺട്രോൾസ് ഉപയോഗിച്ച് ഫ്ലോട്ടിംഗ് പോണ്ടൂണിൻ്റെ അടുത്തേക്ക് ഈ ഫെറി എത്തിക്കുന്നു. ബോട്ടിൻ്റെ സ്പീഡ്, ആംഗിൾ, ബ്രേക്കിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. ഇതുള്ളത് കൊണ്ടാണ് ഫെറി പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കാതെ സ്മൂത്തായിട്ട് ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തിയിട്ടാ.
ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ഒന്ന് ഹൈക്കോർട്ടിലേക്ക് എത്തിയിട്ടാ. അതിവിടെ കാണിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണേണ്ട. നേരിയ രീതിയിൽ മഴ പൊടിയുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ. ഇപ്പം നമ്മൾ അകത്തുനിന്ന് ഇറങ്ങിയേട്ടാ പുറത്തേക്ക് വന്നു. അവിടെ ദൂരെ കാണുന്നതാണ് കൊച്ചി ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. നമ്മൾ ഇനി തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് പോണത് വൈപ്പിൻ ടെർമിനൽ വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നർ ടെർമിനൽ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടാ. ഇതാണ് നമ്മ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നപ്പോൾ കണ്ട കണ്ടെയ്നർ ടെർമിനൽ. ഇപ്പൊ ഇവിടെ നമുക്കൊരു ഷിപ്പ് കിടക്കണ കാണാം. എവർഗ്രീൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഷിപ്പാണ് ഈ കാണുന്നത്. ഇപ്പൊ ഫെറി എടുത്തുകൊണ്ടിരിക്കുന്നത് വൈപ്പിൻ ഐലൻഡിൽ സ്ഥിതി ചെയ്യണ വൈപ്പിൻ വാട്ടർ മെട്രോ ടെർമിനലിലേക്കാണ്. അവിടെ കാണുന്നതാണ് റോറോ ഫെറി. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് ഷട്ടിൽ സർവീസ് നടത്താനായിട്ടാണ് ഈ റോറോ ഫെറി ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ വൈപ്പിനിൽ നിന്ന് തിരിച്ച് ഫോർട്ട് കൊച്ചി ടെർമിനലിലേക്ക് എത്തി.
അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയേക്കണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.